സർവശിക്ഷ കേരള അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഓഫീസാണ്. ഇപ്പോൾ ഇത് ഇടിഞ്ഞു വീണ പശ്ചാത്തലത്തിൽ ഇനിയും നാളെ മുതൽ ആ ഓഫീസ് എവിടെ പ്രവർത്തിക്കുമെന്നടക്കം ചോദ്യമുണ്ട്. ഒട്ടേറെ ഉദ്യോഗസ്ഥർ ഇരിക്കുന്ന സ്ഥലം കൂടിയാണ്. അപ്പോൾ അതിലൊക്കെ ഒരു തീരുമാനം ഉണ്ടാകാനുണ്ടല്ലോ. അവിടെ എന്തൊക്കെയാണ് നടക്കുന്ന കൂടിയാലോചനകൾ ഷഫീദ്? ഉന്മേഷ്, നിലവിൽ ഇപ്പോൾ മേയർ വി രാജേഷ് അദ്ദേഹവുമായിട്ടടക്കം കൂടിയാലോചന നടത്തിയ ശേഷമായിരിക്കും പുതിയ അല്ലെങ്കിൽ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്നുള്ള കാര്യത്തിലേക്ക് കടക്കുക. പക്ഷേ ഇപ്പോൾ മേയറും പറഞ്ഞൊരു കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, നഗരസഭാ പരിധിയിലുള്ള ഒരു കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കെട്ടിടത്തിന്റെ ഉത്തരവാദിത്തം നഗരസഭയ്ക്കില്ലേ എന്നൊരു ചോദ്യം വരും. അത് സ്കൂൾ കെട്ടിടമാകണ്ട, അല്ലെങ്കിൽ പോട്ടെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഇങ്ങനെയല്ല, ഇവിടെ ഈ കുട്ടികൾ കളിക്കുന്ന ഗ്രൗണ്ടാണ് പ്രധാനപ്പെട്ട, അതായത് കുട്ടികൾ ചാടി നടക്കുന്ന അല്ലെങ്കിൽ കുട്ടികൾ ഓടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ്. അവിടെ നിന്ന് ഇത്രമാത്രം ദൂരമാണ് ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഭാഗത്തേക്കുള്ളത്. ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ സൈഡിൽ കൂടിയാണ് കുട്ടികൾ പുറത്തേക്ക് പോകുന്നത്. അവിടെ അടക്കം ഇങ്ങനെ ഒരു വലിയ അപകടം ഉണ്ടാകുമ്പോൾ അതിനെ എങ്ങനെ നമുക്ക് നിസ്സാരമായി കാണാൻ കഴിയുമെന്നുള്ളതാണ് ഇതിലെ ഗൗരവമുള്ളൊരു ചോദ്യം. മാത്രവുമല്ല, ഞാൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഈ കുട്ടികൾ, അതായത് ഒരു വർഷത്തിനിടയിൽ തന്നെ ഈ കുട്ടികൾ സാധാരണഗതിയിൽ ഈ ഇന്റർവെൽ സമയത്തൊക്കെ നടന്നതാ ഈ പൊളിഞ്ഞ കെട്ടിടത്തിന്റെ ഈ ഭാഗത്തേക്കൊക്കെ കയറി അവിടെയൊക്കെ പോയി ആളുകളുമായി സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ പറയുന്ന അപകടം ഏത് സമയത്തും കുട്ടികൾക്കടക്കം ഉണ്ടാകാൻ ഇടയായിട്ടുള്ള ഒരു കെട്ടിടത്തിന്റെ കാര്യത്തിൽ എന്താണ് നഗരസഭ ഇങ്ങനെ കാണിക്കുന്നത് നമുക്കറിയില്ല. അതിൽ ആർക്കാണ് ഉത്തരവാദിത്തം എന്ന് നമുക്കറിയില്ല. ഏതായാലും അവർ പറഞ്ഞ നഗരസഭാ പ്രതിനിധികളും ഇപ്പോൾ മേയറും പറഞ്ഞൊരു കാര്യം, ഇത് മുൻ സർക്കാർ, അതായത് കഴിഞ്ഞ സർക്കാർ മറ്റൊരു സർക്കാർ സംവിധാനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കൊടുത്ത കെട്ടിടമാണ്. അത് കാലപ്പഴക്കം സംഭവിച്ചു എന്ന മേയറും പറയുന്നുണ്ട്. കാലപ്പഴക്കം സംഭവിച്ചൊരു കെട്ടിടം എങ്ങനെ നഗരസഭാ പരിധിയിൽ പ്രവർത്തിക്കാൻ അനുമതി കൊടുത്തു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ്. അങ്ങനെയാണെങ്കിൽ നഗരസഭയ്ക്ക് അക്കാര്യത്തിൽ നോട്ടീസ് സർക്കാരിന് കൊടുക്കാമായിരുന്നു. സർക്കാരിനെതിരെ ബലക്ഷയ അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കാമായിരുന്നു. പ്രത്യേകിച്ച് പൈതൃക കെട്ടിടമാണ്. സാധാരണഗതിയിൽ തിരുവനന്തപുരം നഗരത്തിലെ മറ്റു പൈതൃക കെട്ടിടങ്ങളൊക്കെ ബലക്ഷയ പരിശോധന കൃത്യമായി നടത്തുന്നതാണ്. പക്ഷേ ഇക്കാര്യത്തിൽ അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നമുക്കിപ്പോൾ നമ്മൾ ആദ്യ നോട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയും. പക്ഷേ അതിന്റെ പേപ്പർ വർക്ക് അടക്കമുള്ള കാര്യങ്ങൾ നോക്കണം. ഏതായാലും ബലക്ഷയ പരിശോധന നടത്തി അത് ഏതെങ്കിലും തരത്തിൽ മെയിൻ്റനൻസ് നടത്തിയിരുന്നെങ്കിൽ ഈ രീതിയിൽ പൊളിഞ്ഞു വീടില്ല. ഇപ്പോഴും നമുക്ക് ആ കെട്ടിടത്തിന്റെ ഒരു അവസ്ഥ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാണാൻ ഒരു പുതുമയുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഇതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ഒരു സ്ട്രെങ്തൻ അവസ്ഥ ഇതിനകത്തുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ഇതിന്റെ മുകളിലൊക്കെ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഘട്ടത്തിൽ ഒരു ചെറിയ മരച്ചിലെങ്കിലും ഒടിഞ്ഞു വീണാൽ അത് വലിയ അപകടത്തിലേക്ക് വഴിവെക്കും. ഏതാണ്ട് 10, 18, 20ഓളം ജീവനക്കാർ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ ഒരു ഓഫീസാണ്. അവിടെ ഇന്ന് 4 മണിക്ക് ശേഷം 4:30 കൂടിയാണ് അവരെല്ലാം പോയത്. അതിനുശേഷമാണ് ഇത് പൊളിഞ്ഞു വീണത്. തിരുവനന്തപുരം നഗരത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇന്ന് വലിയ മഴയുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയുണ്ടായിരുന്നു, പക്ഷേ ഇന്നുണ്ടായിരുന്നില്ല. ഏതായാലും കാലവർഷമടക്കം ഇങ്ങനെ കനക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനത്തെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ജീവനക്കാർ, അതേപോലെ ഉദ്യോഗസ്ഥർ, അവരുടെ അടക്കം ജീവന് എന്ത് വില എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ഉയരും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇക്കാര്യത്തിൽ മുൻ സർക്കാരും അതേപോലെ നഗരസഭയും ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഒരു പക്ഷേ തയ്യാറാകില്ല. നാളെ നമ്മൾ ഇതിന്റെ തുടർ പ്രതികരണം അടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോഴും അവർ പറയുന്ന ന്യായം, സാങ്കേതികമായ ന്യായം ഇതായിരിക്കും. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇന്ന് 4 മണിക്ക് മുൻപാണ് ഇത് പൊളിഞ്ഞു വീണായിരുന്നുവെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഈ സീനോ അല്ലെങ്കിൽ ഈ ഒരു ലാഘവത്വമോ വിഷയത്തിന് ഇവർക്കാർക്കും ജനപ്രതിനിധികൾക്കാർക്കും പറയാൻ കഴിയുന്ന ഒരു സാഹചര്യവുമായിരുന്നില്ല. ഉന്മേഷ്, അവിടെ ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി എന്നതാണ് ഉയരുന്ന ചോദ്യം. അത് ഗൗരവതരവുമാണ്. അക്കാര്യത്തിൽ ഉൾപ്പെടെ ഇനി അധികൃതർ മറുപടി പറയേണ്ടി വരും. ഷഫീദ് റാവുത്തറാണ് തത്സമയം ചേർന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.